കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അയലയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഓരോ മസാലകളും ചേർക്കാം. ആദ്യം കുറച്ച് ഉപ്പ് മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതെല്ലാം നന്നായിട്ട് നമുക്ക് തേച്ച് പിടിപ്പിക്കാം. മസാല പിടിക്കാൻ 10 മിനിറ്റ് നമുക്ക് മാറ്റി വെച്ചേക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് മീൻ വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് ഈ മസാല തേച്ച് വെച്ചിരിക്കുന്ന മീൻ ഓരോ കഷ്ണങ്ങളാക്കി സവാള അരിഞ്ഞത് ചേർത്ത് ഇളക്കാം. സവാള 2 ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കൂടി ഇതൊന്ന് വഴന്ന് കിട്ടും. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. അതിനുശേഷം നമുക്ക് ഓരോ മസാലകൾ വീതം ചേർക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് 2 ടീസ്പൂൺ മുളക് പൊടി, മീൻ ഓരോന്നായിട്ടെടുത്ത് ഇതിനകത്തേക്ക് ഇടാം. ഈ മീൻ കഷ്ണങ്ങളിൽ ഓരോന്നിലും സവാള നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. 2 മിനിറ്റും കൂടി ഇത് ചെറിയ തീയിലിട്ട് വേവിക്കാം. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം.